ഹായ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ലാറ്റ്വിയയിൽ ലീഗോൻ്റെ സെലിബ്രേഷനാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ പെരുന്നാളൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെ ഇവരുടെ ഒരു ട്രഡീഷണൽ ഒരു ഫെസ്റ്റിവലാണ് ലീഗോ എന്ന് പറയും. എന്നുവെച്ചാൽ ഇവരെ തലയിലൊരു എന്താ പറയുക, ഒരു ഫ്ലവറിൻ്റെ ഒരു റിങ്ങൊക്കെ വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ചെറിയൊരു പരിപാടി നടക്കുന്നിടത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ആഡ് ചെയ്യാം. ഞങ്ങളൊരു ബീച്ചിലോട്ട് പോവാണ്. ആ പോകുന്ന വഴിയാണ്, അതാ സൈഡൊക്കെ കണ്ടില്ലേ, അടിപൊളി ആംബിയൻസ്. നമ്മളെ ഫ്രണ്ടിലൊക്കെ കാണാണ് ബീച്ച്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ, ഒന്ന് ചെറുതായിട്ട് തണുപ്പും. ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാണ്. നല്ല കിടിലം ബീച്ചാണ്. ആ ബീച്ചിൻ്റെ ഒരു സൈഡിലാണ് ഇതവിടെ കുറേ വോളിബോൾ കോർട്ടുണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും ഒരേ ടൈം വേണമെങ്കിൽ കളിക്കാം. ഇവിടെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം. ഞാൻ അടിയിരിക്കാം. ഇപ്പോൾ നല്ല വെയിൽ വന്ന് നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ അങ്ങോട്ട് കാണാൻ. അടിപൊളി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടുന്ന് വോളിബോളൊക്കെ കളിച്ചിട്ട് വേറെ ലൊക്കേഷനിലേക്ക് പോകാൻ പോവാണ്. ഇവിടെ എന്തായാലും കാര്യമായിട്ട് പരിപാടികളൊന്നും കാണുന്നില്ല. അപ്പോൾ ലെറ്റ്സ് പ്ലേ. കഴിഞ്ഞു. പിന്നെ കുറേ നേരം കളിച്ച് ശരിക്ക് കഴിഞ്ഞു. പക്ഷെ അന്ന് കളിച്ച് അത്ര ക്ഷീണിച്ചില്ല. കുറച്ച് സ്റ്റാമിന കൂടി വരുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ കളിക്കാൻ പോകുന്നതുകൊണ്ടേ. ബീച്ച് നല്ല രസമുണ്ട്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്, കൂടുതലൊന്നുമില്ല. ഞാൻ കാണിച്ചുതരാം. കണ്ട, അവിടെ കുറേ പേരുണ്ട്. പിന്നെ അവിടെയുണ്ട്. അവിടെ എന്തോ റെസ്റ്റോറൻറ്റും പിന്നെ അവിടെ നിന്ന് എന്തോ ആൾക്കാരെന്തോ ഗ്രില്ലടിക്കണൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കടൽ. ഇവിടെ ഉണ്ട് വോളിബോൾ കോർട്ട്. പക്ഷേ ഇവിടെ നല്ല കാറ്റായതുകൊണ്ട് കളിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മരത്തിൻ്റെ ഉള്ളിലുള്ള അവിടെ നിന്നാണ് കളിച്ചത്. എന്നാലും ഇവിടെ ലീഗോൻ്റെ വലിയ പരിപാടിയൊന്നും കാണുന്നില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് എങ്ങോട്ടേലും ഒന്ന് പോയി നോക്കണം. ഇവരുടെ ട്രഡീഷണൽ പരിപാടിയാണ്. കാരണം അന്ന് ഈ സെൻട്രലൊന്നും ആരും ഉണ്ടാവില്ല. എല്ലാവരും കടയും ഹോട്ടലും എല്ലാം അടിച്ചിട്ട് ഔട്ടർ എവിടെയെങ്കിലും പോയിട്ടാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുക. ഈ ക്യാമ്പ് ഫയറും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയാണ്. പിന്നെ കഴിഞ്ഞ കൊല്ലമൊന്നും എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ബാക്കി കുറച്ച് ആൾക്കാരും ഉണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേയും പോയി നോക്കണം. ഇവിടെ മാരകമായ കളി. ഇനിയിപ്പോൾ അടുത്ത കളിച്ച് പോയങ്ങനെ. പിന്നെ നോക്കട്ടെ കടലിൽ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത്. നല്ല തണുപ്പുണ്ട്. എന്തായാലും സെറ്റാക്കാം. സ്റ്റാമിന നോക്കാൻ ഒരു 50 മീറ്റർ ഓട്ട മത്സരം വെച്ചാ കയതച്ച് സീന്. നല്ല രസം. ഇപ്പോൾ ആ സ്കൈൻ്റെ ഉള്ളിൽ കൂടെ സൺലൈറ്റ് ഇങ്ങനെ കടലിലേക്ക് വരുന്നതാണ്. വാ കുളിക്കാൻ പോവാ. ഒന്ന് മെല്ലെ വെള്ളത്തിൽ ഇറങ്ങി നോക്കട്ടെ. ഇവിടെ ഒരു കുളിക്കാൻ പറ്റിയൊരു വെള്ളമല്ല, നല്ല തണുപ്പുണ്ട്. അങ്ങനെ മെല്ലെ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ തപ്പി അങ്ങനെ പോവാണ്. അങ്ങനെ ഇവിടുന്ന് പരിപാടിയൊക്കെ മതിയാക്കി ഞങ്ങൾ മെല്ലെ അടുത്ത ലൊക്കേഷനിലോട്ട് പോവാണ്. നോക്കട്ടെ അടുത്ത പോകുന്നുണ്ടോ, എന്താ പ്ലാനിനൊന്നും സെറ്റായില്ല. എന്തായാലും ഞാൻ വയ്യെ കാണിക്കാം. ബോളിങ്ങനെ കൈകൊണ്ട് തൊടാണ്ട് ഇങ്ങനെ തട്ടി കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. എന്തായാലും നല്ല സ്ഥലങ്ങൾ. ഇവിടെ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ലീഗോൻ്റെ പരിപാടി നടക്കലുണ്ട്. അപ്പോൾ എവിടെയാണ് നല്ല പരിപാടി നോക്കിയിട്ട് അങ്ങോട്ട് പോകാനാണ് വിചാരിക്കുന്നത്. എന്തായാലും നോക്കാം. ബോൾ പറമ്പിലോട്ട് അടിച്ചിട്ട് അടുത്തോണ്ട് വരുന്നത് ഏതാ. ഒന്നും പറ്റിക്കല്ലേ മക്കളെ. റോഡ് വരെ ഞങ്ങൾ ഗ്രൗണ്ടാക്കി. ഇവിടുന്ന് അതിന് കളി.
വയ്യാത്ത പണിക്ക് നിക്കണോ? എടാ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താ. എന്തൊക്കെ പേരാ. ഇതാണ് ഇവിടെ ഒരു ലിഗോന്റെ ട്രഡീഷണൽ ഒരു വേഷം എന്ന് പറയുന്നത്. തലയിലെ ക്രൗൺ കണ്ടില്ലേ, അതോ കൊണ്ടുപോകണം. അങ്ങനെ ഇട്ടും കണ്ട എല്ലാവരും ഉണ്ടാവും. ആ പരിപാടി എവിടെയാണെന്ന് നോക്കട്ടെ, അങ്ങോട്ട് പോകണം. ഇവിടെയൊക്കെ പക്ക ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീട് കാണിച്ചു തരാം. അത് കറക്റ്റ് ഒരു നാട്ടിലത്തേക്ക് ഒരു ടച്ച് വേണ്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് കറങ്ങി ഓൾഡ് ടൗണിലെത്തി. ഇതൊരു ഓൾഡ് ടൗണിൻ്റെ വേറൊരു ഭാഗമാണ്. ഓൾഡ് ടൗണിലൊക്കെ നല്ല ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല സെറ്റപ്പ് പരിപാടി തന്നെ. ഇവിടെ അത്യാവശ്യം കഫേകളൊക്കെ ഓപ്പണാണ്. കണ്ടില്ലേ, നൈസ് സ്ട്രീറ്റ്. ഭയങ്കര രസം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. എന്താ ഒരുപാട് കഫേകളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം എല്ലാം അങ്ങോട്ടേ ഇങ്ങനെ പോയി നോക്കട്ടെ. അതിന് മുകളിൽ കയറാൻ അതിവിടെ ഒരു മ്യൂസിയമാണ്. അതിന് മുകളിൽ കയറാൻ എന്തോ 12 യൂറോ അങ്ങനെ എന്തോ. ഇവിടെയൊക്കെ നല്ല രസമുണ്ട് ഇങ്ങനെ കഫേസ് ഓപ്പണായി കാണാൻ. ഇതാണ് വല്ല തലയിലൊക്കെ വെച്ചാണ്ടില്ല ക്രൗണ്. അതൊക്കെയാണ് ലിഗോൻ്റെ ഒരു സെലിബ്രേഷൻ. കുറച്ച് നേരം റിഗ ഓൾഡ് ടൗണൊക്കെ കറങ്ങി നേരെ അടുത്ത ലൊക്കേഷൻ തപ്പി പോവാണ്. ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി നോക്കട്ടെ. എല്ലാവരും ഫുഡ് അടിയിലാണ്. വിശന്ന് തല ഇറങ്ങിയാണ്. എല്ലാവരും മണിക്കൂറായി കാത്തിട്ട് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി കേറ്റിക്കോ. ഒരാൾക്ക് മാത്രം കിട്ടിയില്ല. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. 10 അത് കഴിച്ചോക്കട്ടെ. സലാഡ് വന്നപ്പോ തന്നെ ഒരാളൊക്കെ കഴിച്ചു കഴിഞ്ഞു. എന്താ ചെയ്യാ. ഫുഡ് കഴിച്ച് ദമ്മായി കഴിച്ചു. ഫുഡ് എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. നല്ല ഓയിലി ഫുഡാ. ഒരു ഇന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്, കറി എക്സ്പ്രസ് എന്ന് പറയും. കുഴപ്പമില്ല. പിന്നെ ഹൈദരാബാദി ബിരിയാണി ഉണ്ട്. അത് അന്ന് കഴിച്ചപ്പോൾ നല്ല ഓയിലായിട്ട് അന്ന് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആക്കി. അതെ, എല്ലാം ഓയിലാ, ഫുൾ ഓയില്. വേറെ വലിയ അടിപൊളിയൊന്നും ഇല്ല, എന്നാലും കഴിക്കാം. വിശപ്പോൾ കഴിച്ചു. ആ മാംഗോ ഷേക്കൊക്കെ അടിപൊളി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു മെസാ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നു. ഇവിടെ അത്യാവശ്യം പരിപാടിയാണെന്നാണ് കേട്ടെ. അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്നാലും നോക്കട്ടെ, പോയി നോക്കട്ടെ. കുറേ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ റിട്ടേൺ വരുന്നത് കാണുന്നുണ്ട്. പരിപാടി കഴിഞ്ഞു ആവുമെന്നൊന്നും അറിയില്ല. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പിന്നെ അവിടെ നല്ല പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. നല്ല മ്യൂസിയമൊക്കെ കേൾക്കുന്നുണ്ട്. ഇവിടെ പരിപാടി ഉണ്ടോ. ശരിക്കൊരു പക്ക ഫോറസ്റ്റ് ആണ് മെസാ പാർക്സ് എന്ന് പറയും. എന്നാലും അങ്ങോട്ട് പോയി നോക്കാം സ്റ്റേജിൻ്റെ അടുത്തേക്ക്. എന്താണിത്, പള്ളിപ്പെരുന്നാളൊക്കെ പോലെ ഉള്ള ആൾക്കാർ. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. സ്റ്റേജൊക്കെ അതിഗംഭീരം. മെയിൻ കൾച്ചറലാണ്. തീ കത്തിച്ചിട്ട് കുറച്ച് ഡാൻസൊക്കെ കളിക്കും. എന്തോരാൾക്കാരാ, ഉള്ള ആൾക്കാർ. അവിടെ തീ കത്തിച്ചാട്ടോ. ഇവിടെ എത്രങ്ങാനും ആൾക്കാരാ നോക്കിയാ, ഉള്ള ആൾക്കാർ. ഞാൻ പറയുന്നതിൽ കേൾക്കണ്ടോ അറിയില്ല. എന്തായാലും വീട്ടിലും പരിപാടി. തലയിൽ ഓരോരുത്തർ ഇത് വെച്ച് പോകുന്നുണ്ടല്ലേ. ഇത് ഒരുവിധം എല്ലാവരുടെ തലയിലും ഉണ്ടാവും. അവരിതിങ്ങനെ കൈ പിടിച്ച് ഓടുന്നുണ്ടല്ലേ. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. ലൈറ്റ്
എന്തായാലും രാവിലെ വരെയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല ഇവിടുന്ന് പോവാണ്. ഒരേ പരിപാടി തന്നെയാണ് രാവിലെ വരെ. അപ്പോൾ ഓക്കെ, എന്തായാലും കുറേ കാലത്തിന് ശേഷം എത്ര ആൾക്കാരെ ഒരുമിച്ച് കാണണേ ഇവിടെ. ഇപ്പോൾ ലാറ്റ്വിയയിൽ എന്തായാലും കിടിലം പരിപാടി. അങ്ങനെ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എത്രയൊക്കെയാണ് ലിഗോയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടി ഉണ്ടാവാറ്. അവരൊരു ട്രഡീഷണൽ പരിപാടി. അപ്പോൾ അതിങ്ങനെ ഔട്ടറൊക്കെ പോയിട്ട് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ പറയുക തീയൊക്കെ ഇട്ട് ഇങ്ങനെ കൂടി അങ്ങനെ ഡാൻസോ കളിക്കുക, അതൊക്കെ തന്നെയാണ് ഒരു പരിപാടി. നമ്മളെ നാട്ടിൽ പള്ളിപ്പെരുന്നാൾ അങ്ങനത്തെ അല്ലേ, പെരുന്നാൾ, ഓണം, അതേപോലെ ഇവരൊരു സെലിബ്രേഷൻ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ഏതെങ്കിലും വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.